ഒഴിച്ച് പാത്രത്തിൽ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പാത്രം മൊത്തത്തിലൊന്ന് ചുറ്റിക്കുക. ചുറ്റിച്ചിട്ട് നമുക്ക് ചേന അതിലേക്ക് കോരിയിട്ട് കനം കുറച്ച് ഇതുപോലെ അങ്ങ് നിരത്തി അത് അങ്ങ് ഓരോന്നോരോന്നായിട്ട് സ്പൂൺ വെച്ച് മാറ്റി നിരത്തി കൊടുത്തിട്ട് ഒരു വശം മൂക്കുമ്പോൾ മറിച്ചിട്ടെടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കോരിയെടുക്കുമ്പോൾ നമ്മുടെ ചേന ഫ്രൈയും റെഡിയാവും. നമ്മൾ ഈ ഓരോ ദിവസവും കറികൾ സ്ഥിരം കറികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഒരു മടുപ്പ് തോന്നത്തില്ലേ? ഈ കോവയ്ക്കയുടെ ഇലയൊക്കെ തോരനൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ നാടൻ ഇലകളൊന്നും കളയാറില്ല. എല്ലാ ഇലകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് നാടൻ ഭക്ഷണവും ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കഴിക്കാത്ത മക്കളായാലും ശരി ഇത് ചോദിച്ചു മേടിച്ച് കഴിക്കും. കാരണം അത്ര ടേസ്റ്റിയാണ്. നിങ്ങൾ ഈ കോവയ്ക്കയുടെ ഇല ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾ എന്തായാലും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. സ്ഥിരമായി ഇത് തയ്യാറാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം നമുക്ക് അധികം പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. നമുക്ക് ഉച്ചയ്ക്ക് ചോറും ഈ പരിപ്പ് കറി ചേന വറുത്തതും